ലോക സമാധാനത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയെ മുൻനിരയിൽ നിർത്തുകയാണ് രാജ്യങ്ങൾ. സംഘർഷ സാഹചര്യങ്ങളെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, ഉഭയകക്ഷി ബന്ധങ്ങളും നേതാക്കളുമായുള്ള സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിലും മുൻനിരയിലാണ് രാജ്യം. ഇപ്പോഴിതാ ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒപ്പുവെച്ചതിനെ ഇന്ത്യയും ഒമാനും സ്വാഗതം ചെയ്യുകയും ഈ സംരംഭത്തിനുള്ള പിന്തുണ ആവർത്തിക്കുകയും ചെയ്തു. പരമാധികാരവും സ്വതന്ത്രവുമായ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുൾപ്പെടെ സംഘർഷത്തിന് നീതിയുക്തവും നിലനിൽക്കുന്നതും ചർച്ചകളിലൂടെയുള്ളതുമായ ഒരു പരിഹാരത്തിന്റെ ആവശ്യകതയെ അവർ അടിവരയിടുകയും ചെയ്തു. ഡിസംബർ 17 മുതൽ 18 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശന വേളയിൽ പുറത്തിറക്കിയ ഇന്ത്യ ഒമാൻ സംയുക്ത പ്രസ്താവനയിൽ ഈ ഇടപാട് പ്രതിഫലിക്കുകയും ചെയ്തു. ഗാസയിലെ മാനുഷിക സാഹചര്യത്തിൽ ഇരുപക്ഷവും ആശങ്ക പ്രകടിപ്പിക്കുകയും സാധാരണക്കാർക്ക് സുരക്ഷിതമായും സമയബന്ധിതമായും മാനുഷിക സഹായം എത്തിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംഘർഷത്തിലെ നയതന്ത്ര പുരോഗതിയെ ഇന്ത്യയും ഒമാനും സ്വാഗതം ചെയ്തു. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒപ്പുവെച്ചതിനെ അവർ സ്വാഗതം ചെയ്യുകയും പദ്ധതിക്കുള്ള പിന്തുണ ആവർത്തിക്കുകയും ചെയ്തു. മേഖലയിലെ സ്ഥിരതയ്ക്കുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് ദീർഘകാല സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം ഇരു രാജ്യങ്ങളും ഊന്നിപ്പറയുകയും ചെയ്തു. സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കുള്ള പിന്തുണയും അവർ വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്തത്. പരമാധികാരവും സ്വതന്ത്രവുമായ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും നീതിയുക്തവും ശാശ്വതവുമായ ഒരു പരിഹാരത്തിന്റെ ആവശ്യകതയെ അവർ അടിവരയിട്ടു എന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു. 3 രാഷ്ട്ര പര്യടനത്തിന്റെ അവസാന ഘട്ടമായി 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോദി ബുധനാഴ്ചയാണ് ഒമാനിലെ മസ്കറ്റിലെത്തിയത്. ജോർദാനിലേക്കും എത്യോപ്യയിലേക്കുമുള്ള വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഒമാനിൽ എത്തിയത്. സന്ദർശനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ മസ്കറ്റ് വിമാനത്താവളത്തിൽ ഒമാൻ പ്രതിരോധ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് സ്വാഗതം ചെയ്തു. ഒമാൻ പക്ഷത്തിന്റെ സന്ദർശനത്തിന്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. ഒമാനിലെ ഇന്ത്യക്കാരുടെ ആവേശത്തെ പ്രധാനമന്ത്രി മോദി പ്രശംസിച്ചു. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.